ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SCCGL ഡേറ്റ് ഒക്കെ നിങ്ങൾ എല്ലാവരും നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡേറ്റും അതുപോലെ എക്സാം സിറ്റിയും ലൈവായിട്ടുണ്ട്. അത് നോക്കാത്തവർ ssc.gov.in പോയിൽ കറക്റ്റായിട്ട് ഡേറ്റും നമ്മുടെ ഡേറ്റും നമ്മുടെ പ്ലേസും എവിടെയാണെന്ന് നോക്കിക്കോളുക. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് അവസാനത്തെ വട്ട പ്രിപ്പറേഷനിലാണെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നും ഓൾറെഡി കോർഡിനേറ്റ് ജോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ കുറച്ച് നല്ല ലെവൽ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ എന്ന് പറയുന്ന പുതിയ വെൻഡറിന്റെ പേരാണ്. അപ്പോൾ എഡ്യൂക്കേറ്റീവ് എന്ന് പറയുന്നത്, അപ്പോൾ അവരുടെ പാറ്റേണിലുള്ള കുറച്ച് പാർട്ട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ചെയ്യാം. 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേറെ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് നോക്കുക. ബാക്കി നിങ്ങളുടെ സിലബസിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു 5-6 ദിവസം എന്ത് ചെയ്യാം. ഒരു 10 ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ചെയ്തു. അതിന്റെ വീഡിയോ പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ കോർഡിനേറ്റ് ജോമെട്രിയുടെയും 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാർട്ട്ണർഷിപ്പിന്റെ പുതിയ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. പഠിച്ച് റിവിഷൻ നടത്തുന്നവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ മെത്തേഡിൽ നിന്നും നിങ്ങളുടെ മെത്തേഡ് നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഇത് ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്പറെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഇത് SSCയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. വിത്ത് നിങ്ങൾക്ക് ക്ലാസ്സിന് വേണ്ടിയുള്ള ബുക്കുകളും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഇത് ഓഫ്ലൈൻ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു റിവിഷൻ ക്ലാസ് ആണ്. കൺസെപ്റ്റ് അല്ല പറയുന്നത്, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം. കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾ കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് ഒരു 10 ദിവസം മുന്നേ എഴുതിയാലും അത് നിങ്ങൾക്ക് കുറേ എഫക്റ്റ് ഉണ്ടാക്കും. സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന വീഡിയോ സെർച്ച് ചെയ്ത് പഠിക്കുക. അത് എന്ത് ചെയ്യുക, ദിശ അക്കാഡമിയിലെ അത് കണ്ട് ഡെയിലി ഒരാഴ്ച എക്സാമിന് മുമ്പേ എഴുതി തുടങ്ങാത്തവർ അല്ലെങ്കിൽ നിർത്തിയവരുണ്ടെങ്കിൽ ദയവായിട്ട് എഴുതുക. കാര്യം കാൽക്കുലേഷൻ വരുന്ന കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം, ഇൻവെസ്റ്റ്മെന്റിനെയും ടൈമിനെയും എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന്റെ പ്രോഡക്റ്റിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വരുന്ന 10ഓളം ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ലെങ്തിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വലിയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എയും ബിയും സിയും സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ദർ ക്യാപിറ്റൽസ് ഇൻ ദ റേഷ്യോ 1/5, 1/2 ആൻഡ് 7/10. ആഫ്റ്റർ 4 months, എ ഇൻക്രീസ് ദ ക്യാപിറ്റൽ ബൈ 50% ആൻഡ് സി ഡിക്രീസ് ഹിസ് ക്യാപിറ്റൽ ബൈ 20%. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ബി റിസീവ് 90,000 as a share in profit. The share of C in the profit is yes. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റിനകത്ത് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. അത് ആദ്യത്തെ ഒരു വഴി. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു മെത്തേഡും പിന്നെ എക്സാമിന് നിങ്ങൾ എങ്ങനെ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണമെന്നും പറഞ്ഞുതരാം. ഓരോ ക്വസ്റ്റിനും അതുപോലെ പറഞ്ഞുതരാം. ബേസിക് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നോർമൽ റേഷ്യോയിലോട്ട് മാറ്റണം. എയും ബിയും സി. അപ്പോൾ എക്കും ബിക്കും സിക്കും എത്ര യൂണിറ്റ് വെച്ച് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ 1/5, 1/2, 7/10 റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ പഠിച്ച മെത്തേഡും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലായിടത്തും എല്ലാ റേഷ്യോയും 10 കൊണ്ട് ഗുണിക്കുന്നു. 10 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 10/5 2, 10/2 5, 7/10 × 10 നമുക്ക് 7 എന്ന് വരും. 2:5:7 ആണ് ഈ ഒരു റേഷ്യോയുടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അവർ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഇനി പറയുന്നത് എന്താണ്, ഇനി പറയുന്നത് after 4 months, A increased capital by 50%, C decreased capital by 20%. At the end of the year, B received 90,000 as share of profit, share of C. അപ്പോൾ ഇവിടെ ഷെയർ ഓഫ് എയെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ എയുടെ കാര്യം പിന്നെ നിങ്ങൾ നോക്കിയേ വേണ്ട. കാര്യം എന്ന് വെച്ചാൽ എന്താ, ബിയുടെ ഒറിജിനൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ട്രിക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറിയ കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 വർഷം കഴിഞ്ഞാണ് പറയുന്നത്. ആഫ്റ്റർ 4 months എ എന്തോ ചെയ്തു, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാര്യം എ പിന്നെ ഒന്നും പറയുന്നില്ല, ടോട്ടലുമായിട്ട് കണക്ഷനും ഇല്ല. അതാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴുള്ള ആ ഒരു നിങ്ങളുടെ ഗ്രാസ്പിംഗ് പവർ. അത് പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. സി ഡിക്രീസ്ഡ് ഹിസ് ക്യാപിറ്റൽ ബൈ 20%. അതായത് സി 7 ഉണ്ടായിരുന്നെങ്കിൽ 4 മാസം വരെ സി എന്താണ്, 7 × 4, അതായത് ഇൻവെസ്റ്റ്മെന്റ് ടൈം ആണ് നമ്മുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ. അപ്പോൾ ഇവിടെ 4 മാസം വരെ സി എന്ത് ചെയ്തു, അത് ഹോൾഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, 7 ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തു, അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 4 months കഴിഞ്ഞിട്ട് 20% കുറച്ചു. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ 20 50 70 എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, 70 × 4 ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല. പോയിന്റിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യാം, ഇവിടെ 7 ആയിരുന്നെങ്കിൽ അത് 4 മാസം കിടന്നു. പിന്നെ എന്ത് ചെയ്തു, 20% എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ഒരു സാധനം അതിന്റെ 20% കുറഞ്ഞാൽ എന്താവും, അത് അതിന്റെ 80% മാറും. നമ്മൾ പെർസെന്റേജിൽ പഠിച്ച കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ 7 ഉള്ളത് ഇപ്പൊ എന്തായി, 7ന്റെ 80%. ഒരു സാധനത്തിന്റെ 80% പറഞ്ഞാൽ 80/100 അല്ലെങ്കിൽ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 7 × 0.8 കൊണ്ട് എന്ത് ചെയ്യും,
പുതിയ വാല്യൂ 7 × 0.8, അതായത് 5.6 രൂപ. എത്ര മാസത്തേക്ക്? കാര്യം ഒരു വർഷം കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞു, 4 മാസം ഓൾറെഡി കഴിഞ്ഞു, 8 മാസത്തേക്ക്. ഇനി ബിയുടെ കാര്യമോ? ബി ഒന്നും ചെയ്യുന്നില്ല, ചേഞ്ച് ഒന്നും വരുത്തില്ല. ബി 5 യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് 12 മാസം എന്ത് ചെയ്യുകയാണ്? ബി വെക്കുവാണ്. അപ്പൊ ബിയുടെ പ്രോഫിറ്റിന്റെ വാല്യൂ 5 × 12 ആണെങ്കിൽ സിയുടെ പ്രോഫിറ്റിന്റെ വാല്യൂ ഇത്രയായിരിക്കും. 5 × 12 നമുക്കറിയാം 60. ഇത് എത്ര കിട്ടും? 28 അധികം 8 × 56. അങ്ങനെ ചെയ്യാൻ ഒരു പോയിന്റ് ഇടാം. 56 എന്ന് പറയുമ്പോൾ 448, ഒരു പോയിന്റ് ഇടാം, 44.8. കൂട്ടുന്ന സമയത്ത് നമുക്ക് 28 44.8 72.8 കിട്ടും. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ബി റിസീവ് 90,000. അപ്പൊ ബിക്ക് 60ഉം സിക്ക് 72.81 നമ്മൾ ഈ റേഷ്യോ എടുത്തപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് 60ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 90.30. സിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72.8 യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ 30 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും, 30 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും, പിന്നെ 30/2 കിട്ടും. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബൈ 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 36/4 കിട്ടും. ഇപ്പോൾ പോയിന്റ് ഒന്നും നോക്കണ്ട, കാര്യം 0 വെച്ച് അത് വെട്ടിപ്പൊക്കോളും. അപ്പോൾ 3 × 4 12. 2 ആയിരിക്കും നമ്മുടെ നോൺ സീറോ ഡിജിറ്റ്, ലാസ്റ്റിലുള്ള ഡിജിറ്റ് നോൺ സീറോ. പൂജ്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കാണും, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു 0 കൂടെ ഉണ്ട്, ഈ 0 ഇതുമായിട്ട് പോകും, 2 0 കൂടെ കാണും. 2 കഴിഞ്ഞിട്ട് 2 0 കാണും. ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ എ. കാൽക്കുലേഷന് പിന്നെ ബേസിക് മെത്തേഡൊന്നും അങ്ങനെയൊന്നുമില്ല, കാൽക്കുലേഷൻ മെത്തേഡ് ബെസ്റ്റ് ആയിട്ട് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട പോലും ആവശ്യമില്ല. എക്സാമിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എ ബി സി ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ 10 കൊണ്ട് എല്ലായിടത്തും 10 ഡിനോമിനേറ്ററിന്റെ എൽസിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 5 7 ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. 4 മാസം എന്ത് ചെയ്തു? 50% ചെയ്തു. അപ്പോൾ എയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, ബിയുടെ കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബി വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ 12 മാസം ബി എന്താണ്? 5 യൂണിറ്റ് വെച്ചിട്ടാൽ 60ന്റെ വാല്യൂണ് 90.30. അവിടെ വെച്ച് തന്നെ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? 15 വെച്ച് വെട്ടാം. 60ലും 15 ഉണ്ട്, 90ലും 15 ഉണ്ട്. 15 വെച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ 30 വെച്ച് വിട്ടാം. 30 വെച്ചിട്ടുന്ന സമയത്ത് ഇവിടെ 2 വരും, ഇവിടെ 3 കഴിഞ്ഞിട്ട് 3 0. നമുക്ക് വേണ്ടുന്നത് ഈ സി എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ 4 മാസം ഉണ്ട് 28, പിന്നെ സിയുടെ എന്തായി? 80%, 5.6. 5.6 × 8 448 44.8 ആവും. അപ്പോൾ 72.8 ആവും. നമുക്ക് അതിന്റെ വാല്യൂ ആണ് വേണ്ടത്. വേണമെങ്കിൽ ഡി ടി സം വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഡി ടി സം അല്ലെങ്കിൽ 15. ഡി ടി സം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 10 17 8 വരും, അതായത് 9ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും ആൻസർ. 8 വരും. ഇവിടെ ആൻസർ 3ന്റെ മൾട്ടിപ്ലൈ. 8 × 6 48, ഡി ടി സം 3 വരും. ഇതിനകത്ത് 3 ആണ്, ഇത് 3ന്റെ ആണ്. അപ്പോൾ ഡി ടി സം പറ്റത്തില്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ചെയ്ത ഈ ഒരു മെത്തേഡ് യൂണിറ്റ് ഇറ്റ് എന്തായിരിക്കും? 2 വെച്ച് ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 15നേക്കായി എളുപ്പം ഇതായിരിക്കും. 2 വെച്ച് ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 364 വരും. 367 × 3 4 3 12 2 അവസാനിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ട്രിക്കാണ് ഈ യൂണിറ്റ് ഡേറ്റ് ഒക്കെ വെച്ച് നോക്കുന്നതെന്ന് പറയുന്നത്. സമയം ഒരുപാട് ലാഭിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, എയും ബിയും സിയും എൻ്റർ ഇൻ ടു എ പാർട്ണർഷിപ്പ്. എ ഇൻവെസ്റ്റ് 25 lakhs initially and adds another 10 lakhs after 1 year. B invests 35 lakhs initially and withdraws rupees 10 lakhs after 2 years. C invests 30 lakhs. What fraction C of the profit? അല്ലെങ്കിൽ സിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? പ്രോഫിറ്റിന്റെ എത്ര ഫ്രാക്ഷൻ കിട്ടും? വാട്ട് ഫ്രാക്ഷൻ സി വിൽ ഗെറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ 3 years? അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള മെത്തേഡിൽ ഇത് കുറേ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറേ ലൂപ്പ് ഹോളുണ്ട് ഈ ക്വസ്റ്റിനകത്ത്. അപ്പോൾ ഇവിടെ എയും ബിയും സിയും ഉണ്ട്. എ ബി സിയുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് എഴുതാം. 25 ലക്ഷം ഇനിഷ്യലി വെക്കുന്നു, അനന്തർ 10 ലക്ഷം ഒരു വർഷം കഴിഞ്ഞിരുന്നു. അപ്പോൾ 25 ലക്ഷം ഒരു വർഷത്തേക്ക് പ്ലസ് നമുക്ക് ടോട്ടൽ 3 വർഷത്തെ കണക്കാണ് വേണ്ടത്. 10 ലക്ഷം കൂടി ഇടുമ്പോൾ എത്ര ആവും? 35 ലക്ഷം വെച്ച് ബാക്കി 2 വർഷം ഇടുന്നു. ഇനി ബിയുടെ കേസ് എന്താ? ബി 35 ലക്ഷം ഇനിഷ്യലി ഇടുന്നു, അങ്ങനെ 2 വർഷം ഇടുന്നു അല്ലേ? ആൻഡ് വിഡ്രോസ് 10 lakhs ആഫ്റ്റർ 2 years ആണ്. അപ്പോൾ 10 ലക്ഷം എടുത്ത് 25 വെച്ച് ബാക്കി ഒരു വർഷം നിൽക്കും. ഇനി സിയുടെ കേസോ? സി എന്താണ്? 30 ലക്ഷം വെച്ച് എത്രയാണ്? 3 വർഷമാണ് ഇടുന്നത്. ഇതാണ് ഇവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം? നമുക്ക് കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയാം. 5 എല്ലായിടത്തും ഈക്വൽ ആയിട്ടുള്ളത് വെട്ടിക്കളയാം. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. റേഷ്യോ എന്ത് കിട്ടും? 5 + 7, 5 + 14 19, ഇവിടെ 14 + 5 19, ഇവിടെ 6 3 18. ഇതാണ് ഇവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ, കാര്യം ഇൻവെസ്റ്റ്മെന്റ് ടു ടൈം. അപ്പോൾ ഇനി പറയുന്നത് വാട്ട് ഫ്രാക്ഷൻ സി ഓഫ് ദ പ്രോഫിറ്റ് വിൽ ഗെറ്റ് ആഫ്റ്റർ 3 years. അപ്പോൾ സിക്ക് കിട്ടുന്നത് എത്രയാണ്? 18 യൂണിറ്റ് ആണ് കിട്ടുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയില്? 38ഉം 18ഉം 56 ഉണ്ടെങ്കിൽ 38ഉം 18 56 ഉണ്ടെങ്കിൽ അതിൽ 18 ആർക്കും എന്ത് കിട്ടുന്നത്? 18 ആയിരിക്കും സിക്ക് കിട്ടുന്നത്. റേഷ്യോ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 9/28. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റിന്റെ എക്സാം മെത്തേഡ് എന്താണ്? എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ 25 ലക്ഷം വെച്ച് 10 ലക്ഷം ഇടുന്നു ആഫ്റ്റർ 1 year. അപ്പോൾ 25ഉം
35 105 എയുടെ ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. ബി 35 ലക്ഷം വെച്ച് 2 വർഷം ഇടുന്നു 70, പിന്നെ 25 ഇടുന്നു 70ഉം 25 വെച്ചിട്ട് 25ഉം ബാക്കി 70, 95. ഇവിടെ 95 25 ഫസ്റ്റ് വർഷം, പിന്നെ 70, 95. ബി എന്ത് ചെയ്യുന്നു? 35 ലക്ഷം ഇനിഷ്യലി വെച്ചിട്ട് 2 വർഷം 70, പിന്നെ 25, 70 25 ഇത് എന്താണ് 95. അടുത്ത സി എന്താണ്? 30 ലക്ഷം വെച്ച് 3 വർഷം 90. റേഷ്യോ എടുക്കുന്ന സമയത്ത് റേഷ്യോ എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ 90 ഡിവൈഡ് ബൈ എന്തായാലും എടുക്കേണ്ടി വരും. ഇത് തന്നെ എളുപ്പം. 190 90 270, 270 180 190 280 280 90 കിട്ടുന്നത് 9/28. ഇങ്ങനെ ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. A and B started a business in partnership, investing 20,000 and 15,000 respectively. After 6 months, C joined them with 20,000. What will be B's share in the profit, in the total profit of rupees 25,000? ഇതിൻ്റെയൊക്കെ അവസാനം നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. കാണുക, മസ്റ്റായിട്ട് കാണുക. നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. 25,000 ടോട്ടൽ പ്രോഫിറ്റ് 25,000 ആണ് അറ്റ് ദ എൻഡ് ഓഫ് 2 years ഫ്രം ദ സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ്. അപ്പോൾ 2 വർഷമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ബേസിക് മെത്തേഡ് ആയാൽ പോലും, ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും 20,000 എടുത്തോ 15,000 ചിലവർ ഇങ്ങനെ എഴുതാറുണ്ട്. എ ബി സി ഉണ്ട്. എ എന്ത് ചെയ്യുന്നു? 20,000 6 മാസത്തേക്ക് ഇടുന്നു. പിന്നെ റെസ്പെക്റ്റീവ്ലി ആഫ്റ്റർ 6 months സി ജോയിൻഡ്. ഓക്കെ, ഇല്ല ഇപ്പം 12 മാസത്തേക്ക് ഇടുന്നു. ബി 15,000 12 മാസത്തേക്ക് ഇടുന്നു. അങ്ങനെ എഴുതി ഒരുപാട് എഴുതി പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇതെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്തായാലും അവസാനം കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്യും. അത് ഇവിടുന്ന് തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അത് ക്യാൻസൽ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി. അത് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ എ 20,000 ബി 15,000 സി എത്രയാണ്? 20,000. എല്ലായിടത്തും 3 0 3 0 3 0 കോമൺ ആണ്. 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 4 അല്ലേ? 5 വെച്ച് ഇതിനെ വെട്ടുന്ന സമയത്ത് നിങ്ങൾ 4 3 4 എഴുതിയാലും സെയിം തന്നെയാണ്. വെട്ടുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ വെട്ടും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു എ 4 വെച്ചിട്ട് എത്ര മാസത്തേക്കാ? 2 വർഷമാണ്. 2 വർഷം എന്ന് പറഞ്ഞാൽ 24 മാസമാണ്. അപ്പോൾ 4 വെച്ചിട്ട് 24 മാസം എന്ത് ചെയ്യുന്നുണ്ട്? എ ഇടുന്നുണ്ട്. 4 പറഞ്ഞത് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. അതുകൊണ്ട് എന്തുകൊണ്ട് ആദ്യമേ കളഞ്ഞുകൂടാ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക എല്ലായിടത്തും. 4 വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 2 വർഷത്തേക്ക് 4 ഗുണം 24 മാസം. 4 ഗുണം 24 എന്ന് പറയുമ്പോൾ 96 യൂണിറ്റ് എക്ക് കിട്ടിയാൽ ബിക്ക് എന്താണ്? 3 വെച്ചിട്ട് 24 മാസം 72 യൂണിറ്റ് ബിക്ക് കിട്ടും. സിക്ക് എന്താണ്? സി 6 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നത്. അതായത് 18 മാസമേ സി ഉള്ളൂ. എത്ര വെച്ചിട്ടാ? 4 വെച്ചിട്ട് 18 മാസം. അതായത് ഇവനും 72. നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 24 ഗുണം 4 24 ഗുണം 3 24 ഗുണം 3. ഇതാണ് ഇവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ. അതായത് 4 3 7 3 10 യൂണിറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈ 10 യൂണിറ്റ് വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ 25,000 തന്നിട്ടുള്ളത്. നമുക്ക് എന്താ വെച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ബി ഷെയർ? 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ 25 3 75 2 0. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്യേണ്ട ആവശ്യം, ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. എക്സാം മെത്തേഡ് എന്താണ്? എക്സാം മെത്തേഡ് നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ഫാസ്റ്റ് ആവുമോ അത്രത്തോളം ഫാസ്റ്റ് ആവും. അതാണ് എക്സാം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 4 3 4 അങ്ങനെയാണ്. 24 മാസം 24 4 96. ഇത് എഴുതേണ്ടി വരും. 96 3 വെച്ചാണ് 24 3 72. മറ്റവൻ 18 ഗുണം 4 72. ഇതാണ് ഒരു റേഷ്യോ. 4 3 3 റേഷ്യോ ആണ്. അപ്പോൾ 10ന്റെ വാല്യൂ 25,000 ആണെങ്കിൽ 1 25 ആണ്. 3ന്റെ വാല്യൂ 3 × 25 75. ആൻസറിനകത്ത് 75 ആണ്. ഇത്രയും മാത്രമേ നിങ്ങളുടെ ആ ഒരു തരുന്ന പേപ്പറിൽ കാണാം. വളരെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ് ഇതെല്ലാം. ഇങ്ങനെ തന്നെ പഠിച്ചുകൊണ്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്യാൻ പറ്റും നോക്കി. 3 ആൾക്കാർ സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ റേഷ്യോ വന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് പേഴ്സൺ വിത്ഡ്രോസ് ഹാഫ് ഓഫ് ഹിസ് ക്യാപിറ്റൽ ആഫ്റ്റർ 4 months. വാട്ട് ഇസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ ഇഫ് ദ ബിസിനസ് ഫെച്ചസ് ആൻ ആനുവൽ പ്രോഫിറ്റ് ഓഫ് ഇത്ര? അപ്പോൾ ഇവിടെ 1/3 1/4 1/5 എന്ത് ചെയ്യണം? ഇവരുടെ ക്യാപിറ്റൽ റേഷ്യോ എഴുതണം. എ ബി സി ക്യാപിറ്റൽ റേഷ്യോ എഴുതണം. കോമൺ ആയിട്ടുള്ള ഇങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? LCM കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ആവും. 60 ആണ് LCM. 3 4 12 12 5 LCM കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ 60 ആണ്. അപ്പോൾ 60 ഗുണിക്കുന്ന സമയത്ത് 20 15 12. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് പേഴ്സൺ എന്താണ്? ഹാഫ് ക്യാപിറ്റൽ 4 months കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്നു. അതായത് ആദ്യത്തെ 4 മാസം ഇത്രയും ക്യാപിറ്റൽ ഉണ്ട്, അതായത് 80 ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പകുതി എടുത്ത് 10 അവൻ എടുക്കുന്നു അല്ലേ? ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുന്നു. ബാക്കി 10 ഉള്ളൂ. ബാക്കി എത്ര മാസമുണ്ട്? 1 വർഷത്തെ കാര്യമാണ് വിചാരിക്കുക. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 1 വർഷമാണ്. ബാക്കി 8 മാസത്തേക്ക് 10 വെച്ചിട്ട് അവന് എന്ത് ചെയ്യുന്നു? 80 ഉണ്ട്. ഇനി രണ്ടാമത്തെ വാട്ട് ഈസ് ഷെയറോ? അവൻ മാത്രമേ ചെയ്യുന്നുള്ളൂ.
ബാക്കി എല്ലാവരും എന്താണ് ഇവൻ 15 വെച്ച് 12, അതായത് 180 ഉണ്ട്. ഇവൻ 12 ഉണ്ട്, 12 മാസം 144 ഇവനും ഉണ്ട്. ഇപ്പം 160, 180, 144 ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഇതിനകത്ത് വാട്ട് ഇസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ ഇഫ് ദ ബിസിനസ് ഫെച്ചസ് ആൻ ആനുവൽ പ്രോഫിറ്റ് ഇത്രയാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഡിവിഷൻ നടത്തി ചെറുതാക്കാം. ചെറുതാക്കുന്ന സമയത്ത് എനിക്ക് 4 ഉണ്ട്, വേണമെങ്കിൽ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 8 ഉണ്ട്, 8 ഉണ്ട്, എല്ലാത്തിലും ഇല്ല. ഇതല്ല 4 മൾട്ടിപ്പിൾ, 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് 40, 45, 36. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വരും? 85, 36, 115, 121. അപ്പോൾ ഈ 121 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 96 ആനുവൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ഒരു വർഷത്തെ. 96,800. ഷെയർ ഓഫ് ഫസ്റ്റ് പേഴ്സൺ എത്രയാണ്? 40 വാല്യൂ ആണ് വേണ്ടത്. ഒന്നെങ്കിൽ ഇറ്റ് സം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് 12 × 8 96, ഇത് 8 ആണ്. 8 4 32, 3200. ഒന്നാമത്തെ വഴി അതാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഇനി എക്സാം ചെയ്തതിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത റേഷ്യോ എന്താണ്? 1/3, 1/4, 1/5 ആണ്. 60 കൊണ്ട് വിളിക്കുന്ന സമയത്ത് നമുക്ക് 20, 15, 12 ഇങ്ങനെയാണ് ഇടുന്നത്. 4 മാസത്തെ ഇവൻ എന്ത് ചെയ്യുന്നുള്ളൂ? വെക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? 12 മാസം വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ × 4 + 10 വെച്ചിട്ട് ബാക്കി 8 മാസം. ഇവനെന്താണ്? 12 മാസം, ഇവനും 12 മാസം. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് വേണമെങ്കിൽ വെട്ടിക്കള. എല്ലായിടത്തും 4 ഉണ്ട്. ഇതന്നെ എനിക്ക് തോന്നുന്നില്ല വലിയ വ്യത്യാസം വരുമെന്ന് തോന്നുന്നില്ല. ബാക്കി 20ഉം 20, 40, ഇവിടെ 45, ഇവിടെ 36 റേഷ്യോ കിട്ടും. 121ൻ്റെ വാല്യൂ ആണ് ഇത് തന്നിട്ടുള്ളത്. 121 × 12, 8 96 ആണ്. ബാക്കി 1 × 8 8 ഉണ്ട്. 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 8 × 40 ആണ് ഫസ്റ്റ് ഉണ്ട്. 8 4 32. ആൻസറിനകത്ത് 32 ആണ്. ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ മാത്രമേ എഴുതുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ മാത്രം ശരിയാക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി, വായിച്ചിട്ട് ചെയ്യാൻ പറ്റും നോക്കി. ഇവിടെ നോക്കി, ഇയും എഫും. ഇ ആൻഡ് എഫ് ഇൻവെസ്റ്റഡ് ₹10,000, 6,000 റെസ്പെക്റ്റഡ് ഇൻ എ ബിസിനസ്. ആഫ്റ്റർ 3 months, ഇ വിഡ്രോ 2,000 while എഫ് added 4,000 to the business. After 3 months, H entered into business with an amount of 15,000. If profits equal to 35,500 are earned in after 1 year, എഫിൻ്റെ ഷെയർ ആണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതേ ടൈപ്പ് ചെയ്തതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ എക്സാം ചെയ്ത് തന്നെ പറയാം. ഇയും എഫ് എന്ത് ചെയ്യുന്നു? 10,000, 6,000, ഇവൻ 4,000. അപ്പോൾ എപ്പോഴും 3 0 ഞാൻ കളഞ്ഞു. എല്ലാത്തിനും 3 0. 2,000 കളയുകയാണെങ്കിൽ 2. 10,000-ന് 3 0, 6,000-ന് 2 0, 2,000-ന് 3 0, 4,000-ന് 3 0, ഇതിൻ്റെ 3 0. 3 0ൻ്റെ ആവശ്യമില്ല, അത് എഴുതിയാലും അവസാനം വെട്ടിക്കളയത്തേ ഉള്ളൂ. അപ്പോൾ 10 യൂണിറ്റ് ഇട്ടു 3 മാസത്തേക്ക്. ഇപ്പോൾ 30 ആയി. ഈയുടെ കാര്യം എഫ് ഉണ്ട്, എച്ച് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം നമ്മൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എഴുതുവാണ്. 10 വെച്ച് 3 മാസം 30 ഇട്ടു. ആഫ്റ്റർ 3 months ഈ എന്ത് ചെയ്തു? ഇനി 2 രൂപ. 10-ന് 2 പോയാൽ ബാക്കി 8 ഉള്ളൂ. 8 വെച്ച് ബാക്കി 9 മാസം ഉണ്ട്, 72. എഫിൻ്റെ കേസ് എന്താ? 6 ഇട്ടു 3 മാസത്തേക്ക് 18 ഉണ്ട്, പ്ലസ് 4 യൂണിറ്റ് കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 10 വെച്ചിട്ട് ബാക്കി 9 മാസം. ഇതാണ് ഇതിന് 90 ആണ് അല്ലേ? 90. 9 മാസം കൊണ്ട് ബാക്കി 3 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. ആഫ്റ്റർ അനദർ 3 months, അതായത് ടോട്ടൽ ചാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 6 മാസമായി. ആദ്യത്തെ 3 മാസം കഴിഞ്ഞു, പിന്നെ 3 മാസം, 6 മാസമായി. 6 മാസം കഴിഞ്ഞിട്ടാണ് 15,000 വെച്ച് ആര് വന്നത്? നമ്മുടെ പയ്യൻ വന്നത്, എച്ച് വന്നത്. എച്ച് എത്രയാണ്? 15 വെച്ചിട്ട് 6 മാസം 90 യൂണിറ്റ് ആണ് എച്ച് കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇവരുടെ റേഷ്യോ വേണം. റേഷ്യോ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ കോമൺ ആയിട്ടുള്ളത്? ഇവിടെ തന്നെ വെട്ടാം. 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 15, 36, ഇവിടെ 9, ഇവിടെ 45, ഇവിടെ 45. റേഷ്യോ എടുക്കുന്ന സമയത്ത് 46, ഇവിടെ 51, ഇവിടെ 54, ഇവിടെ 45. ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ എത്ര വരും? 105, 45. അങ്ങനെ ചെയ്യാം, അതായിരിക്കും എളുപ്പം. 105, 110, 150. 150ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 31, 500,
എഫിൻ്റെ ഷെയർ എത്താണ് 54 വാല്യൂ ആണ്. 54 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ആൻസർ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 15 ഗുണം 2 21 ആണിത്. അപ്പോൾ ആൻസറിന് ആരുണ്ട്? 7 ഉണ്ട്. 7 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 0 കഴിഞ്ഞല്ലോ, 4 അവസാനിക്കും. 4 0 അവസാനിക്കും ആൻസർ. എല്ലാം 4 0 ആണ്. ഓക്കെ, ആൻസറിനകത്ത് 7 ഉണ്ട്. ഇതിനകത്ത് 7 ഉണ്ടോ നോക്ക്. 7 43 7, അതെ 7 ഉണ്ട്. ഇവിടെ 7 56 ഇതിനകത്തില്ല. ഇതിനകത്ത് 7 ഉണ്ടോ? 63 7 ഇല്ല. ഇതിനകത്ത് 7 ഉണ്ടോ? 14 12 57 ഇതിനകത്തും ഇല്ല. ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ എന്തുള്ളൂ? 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ എ നമുക്ക് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ 10 കൊണ്ടിട്ട് ഇത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അന്നേരം മനസ്സിലാവും ഇതിൻ്റെ കാൽക്കുലേഷൻ എത്ര ഉണ്ടെന്ന്. 10 വെച്ചിട്ട് 3 മാസം 30, ബാക്കി 8 വെച്ചിട്ട് 9 മാസം 72, അതായത് 102 ഇവിടെ ഉണ്ട്. മറ്റവൻ 6 വെച്ചിട്ട് 3 മാസം 18, 10 വെച്ചിട്ട് ബാക്കി 90, 90 18 ഇവിടെ 108 ഉണ്ട്. മറ്റവൻ 6 മാസം കൊണ്ട് ഇവൻ 90. അപ്പോൾ റേഷ്യോ എടുക്കുന്നെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടാം. 210 90, 200 210 300, അതെ ഓക്കെ 210 90 300. ഇപ്പോൾ 300ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 3ന്റെ വാല്യൂ ആണ് ഇത്. നമുക്ക് എത്ര വാല്യൂ വേണം? എഫ് എന്ന് പറഞ്ഞാൽ 108ന്റെ വാല്യൂ ആണ് വേണ്ടത്. അങ്ങനെ ചെയ്യാം. 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 105 105 ഇൻറ്റു 108, അത് 7 ഉണ്ട് 9 ഉണ്ട്. ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 7 2 9, അതെ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 9 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 9ന്റെ മൾട്ടിപ്പിളും 7ന്റെ മൾട്ടിപ്പിളും ചെക്ക് ചെയ്യാം. 9ന്റെ മൾട്ടിപ്പിൾ എനിക്ക് തോന്നുന്നു 7 10 14, ഇത് 9 അല്ല 6 8 12. ഒറ്റ ഓപ്ഷനുള്ള എന്തുള്ളൂ? 9ന്റെ മൾട്ടിപ്പിൾ ഉള്ളത്. 9 കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാലേ ഇനിയുള്ള എക്സാംസുകളിൽ ക്ലിയർ ആവാൻ പറ്റത്തുള്ളൂ. ആദ്യം മൂലം അങ്ങനെ പഠിക്കുന്നവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത എക്സും വൈ ഇസഡും സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻ പാർട്ണർഷിപ്പ് ബൈ ഇൻവെസ്റ്റിംഗ് 6,000 8,000 ആൻഡ് 12,000 റെസ്പെക്റ്റീവ്ലി. ഒരു മിനിറ്റ്. ചെയ്തോക്കെ. ഇവിടെ എക്സ് വൈ ആൻഡ് ഇസഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻ പാർട്ണർഷിപ്പ് ബൈ ഇൻവെസ്റ്റിംഗ് ഇത്രയും റെസ്പെക്റ്റീവ്ലി. എക്സ് ആൻഡ് വൈ ആർ ആക്റ്റീവ് പാർട്ണേഴ്സ് ആൻഡ് ഗെറ്റ് 10% 20% ഓഫ് ടോട്ടൽ പ്രോഫിറ്റ് റെസ്പെക്റ്റീവ്ലി ആൻഡ് റിമൈനിങ് പ്രോഫിറ്റ് എന്നാണ് എമംഗ് ദം ഇൻ ദ റേഷ്യോ ഓഫ് ദർ ഇൻവെസ്റ്റ്മെന്റ്. ഇസഡ് ഗോട്ട് എ 1260 വാസ് പ്രോഫിറ്റ്. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്? നല്ലൊരു ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ നോർമൽ ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റൻസ് ചെയ്തു. അപ്പോൾ ഇതിൽ കുറച്ച് ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണ്. അവർക്ക് എന്ത് ചെയ്യും? കുറച്ച് ഈ ബിസിനസ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ കുറച്ച് പൈസ എന്ത് ചെയ്യും? അവർക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ എക്സും വൈ ഇസഡും ആണ്. 6000 8000 12,000. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 3 0 ഇവിടെ വേണ്ട, 3 0 വേണ്ട, 3 0 വേണ്ട, 6 8 12 ആണെന്ന് വെക്കുക. എക്സും വൈയും ആക്റ്റീവാണ്. ഇവിടെ റേഷ്യോ എടുക്കുന്ന സമയത്ത് 3 4 6 ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. 10% 20% എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പോകുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്നാണ് ഇവിടെ. ടോട്ടൽ ടൈം എല്ലാം സെയിം ആയതുകൊണ്ട് ഇവിടെ എന്ത് തന്നിട്ടില്ല, ആ ഒരു വ്യത്യാസമില്ല. അപ്പോൾ പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും 3 ആൾക്കാരുടെ. ഇവിടെ എക്സ് വൈ ഇസഡ് 3 ആൾക്കാരുടെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എക്സും വൈയും ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണ്. 10% ആൻഡ് 20% ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ഉള്ളത്? ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 100%. അതിൽ 10 20 30% എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ രണ്ടുപേരോട് എക്സും വൈയും കൂടെ എടുക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് ടോട്ടൽ പ്രോഫിറ്റ് പി ആണെങ്കിൽ അതിൻ്റെ 70% ആണ് നമ്മുടെ കയ്യിലുള്ളത്. 70/100 ആണ് ഉള്ളത്. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള ഈ പ്രോഫിറ്റിനെയാണ് ഈ ഒരു റേഷ്യോയിൽ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇസഡിന് എന്താ കിട്ടുന്നത്? ടോട്ടൽ ഇത്രയും രൂപയാണ് പ്രോഫിറ്റ്. ഇസഡിന് എത്രയായിരുന്നു സാധാരണ കിട്ടേണ്ടത്? 6/7 6 13.
13 ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ 6 യൂണിറ്റ് ആണ് ഇസഡിന് കിട്ടേണ്ടിയിരുന്നത്. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് പി ആണെങ്കിൽ പിയുടെ 70%ന്റെ 6/30. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത 2 ക്വസ്റ്റ്യൻ ഇതേ മോഡലാണ്, വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ വാല്യൂ ആണ് 1260 തന്നിട്ടുള്ളത്. നമുക്ക് പിയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പിയുടെ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ മാക്സിമം സ്പീഡിലാക്കുക. ഒരു 7 42 ഉണ്ട്, 42 ഗുണം 3 ആണ്, 13 3 39. 39 കഴിഞ്ഞിട്ട് ബാക്കി പൂജ്യങ്ങളായിരിക്കും. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇതും വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്തിട്ടുള്ള ടൈപ്പാണ്. എക്സ് ആൻഡ് വൈ സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് ഇത്രയും റെസ്പെക്റ്റീവ്ലി. ആഫ്റ്റർ 5 months എക്സ് വിഡ്രോസ് 5/8 ഓഫ് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വൈ വിഡ്രോസ് 3/8 ഓഫ് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. ഇഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ഈസ് ഇത്രയാണെങ്കിൽ then who will get more money as profit and how much? എത്ര കൂടുതൽ കിട്ടും? അപ്പോൾ ഇവിടെ 3200 4000. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് റേഷ്യോ എടുക്കാം 32 40 അല്ലെങ്കിൽ 32 40 ആണ്. 8ന്റെ മൾട്ടിപ്പിൾ തന്നെ വെക്കാൻ നോക്കുക. കാര്യം 3/8 5/8 ഒക്കെ എടുക്കുവാണ്. അപ്പം ഞാൻ 32 40 എടുക്കുന്നു. 32 40, അതായത് എക്സ് 32 ഇട്ടാൽ വൈ എത്രയാണ് 40 എടുക്കുന്നത്. ഞാൻ പിന്നെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. അപ്പം 5 മാസത്തേക്ക് 32 ഇട്ടു. 32 5 160 ഇവനുണ്ട്. ആഫ്റ്റർ 5 months എന്താണ് 5/8, അത് 32ന്റെ 5/8 എന്ത് ചെയ്യുന്നു, ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുന്നു. 5/8 എടുത്തു കഴിഞ്ഞാൽ 8ൽ 5 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്, 8ൽ 3 ആണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ളതാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ 32 ഉണ്ടായിരുന്നു, അതിന്റെ 5/8 എടുത്ത് മാറ്റിയാൽ ബാക്കി അതിന്റെ 3/8 ആണുള്ളത്. അപ്പോൾ 32ന്റെ 3/8 എത്രയാണ്, 3/8 × 32 4 3, ബാക്കി ഇത്രേ ഉള്ളൂ, 3/8 ഉള്ളൂ. അപ്പോൾ 4 4 3 12 ബാക്കിയുള്ളൂ. അങ്ങനെ 12 വെച്ചിട്ട് 5 മാസം കഴിഞ്ഞു, 12 വെച്ചിട്ട് 7 മാസമുണ്ട്, അതായത് 84 യൂണിറ്റ്. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി വൈ എന്താ സംഭവിക്കുന്നത്, വൈ എന്താ ചെയ്യുന്നത്, 40 വെച്ചിട്ട് 5 മാസം, അതായത് 200 ഓൾറെഡി അവൻ്റെ പേരിലായി. പിന്നെ എന്ത് ചെയ്യുന്നു, 3/8 വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ 3/8 വിഡ്രോ ചെയ്താൽ ബാക്കിയുള്ളത് 5/8 ഓഫ് ഉള്ള വാല്യൂ 40. അത് 5 5 25 വെച്ച് 7 മാസം, 25 7 175. ഇതാണ് ഇവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, 160 87. കാൽക്കുലേഷൻ മാക്സിമം കുറച്ച് ചെയ്യുക. 160 87 നമുക്ക് 244. ഇവിടെ എന്ത് വരും, 375. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ ഇതിൻ്റെ സം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 27 37 ചെയ്യാം മതി. ഇങ്ങനെയുള്ള കേസുകളിൽ 37 24 എത്രയാണ്, 57 61 610 9 619. 619ൻ്റെ വാല്യൂ വന്നിട്ടുള്ള 1238.0. ഹൂ വിൽ ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്? ആർക്കാണ് കൂടുതൽ കിട്ടുന്നത്, 375 കിട്ടുന്ന ആൾക്കാണ്. വൈക്കാണ് കൂടുതൽ കിട്ടുന്നത്, എക്സ് അല്ല വൈക്കാണ് കിട്ടുന്നത്. എത്രയാണ് കൂടുതൽ കിട്ടുന്നത്, ഡിഫറൻസ് എടുക്കാം. ഏകദേശം 100 കൂടുതലാണ് അല്ലേ, 100 കൂടുതലാണ്. കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 100ഉം 131 കാൽക്കുലേഷൻ നോക്കി തെറ്റിയോ, 20 132 262 0 വരുന്നത്. നമുക്ക് എവിടെയോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നോക്കാം. ഓക്കെ, 32 വെച്ചിട്ട് 5 മാസം 160, ബാക്കി 7 മാസം 5/8 എടുക്കുന്നു, ബാക്കി 3/8 ഉള്ളൂ. 3/8 എന്ന് പറയുമ്പോൾ 12 ഉള്ളൂ. 12 വെച്ച് 7 മാസം 84 227. അല്ലല്ലോ 247 ആണല്ലോ, 244. ഇവിടെ വന്നാൽ ഇവിടെ 5 മാസം വെച്ച് 40 200, ബാക്കി 3/8 എടുക്കുന്നു, ബാക്കി 5/8 ആണുള്ളത്. 5/8 25 വെച്ചിട്ട് 7 മാസം 175. കറക്റ്റാണല്ലോ 375. കാൽക്കുലേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ, വൈയുടെ ഷെയർ ആണ് ചോദിച്ചത്. ഓക്കെ, കറക്റ്റാണ് നമ്മൾ ചെയ്തെല്ലാം കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല. സമ്മ് 619 വരും, അതിൻ്റെ വിലയാണ് 1200. 1 2 കറക്റ്റാണ് നമ്മൾ ചെയ്ത് കറക്റ്റാണ്. എത്ര കൂടുതലെന്നല്ല, അവർക്ക് എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ 1238. നമുക്ക് എത്രയാണ്, വൈക്കാണ് കൂടുതൽ കിട്ടുന്നത്, 375 യൂണിറ്റാണ്. അതായത് 2 20 ഗുണം 375 700. 375 750 7500. വൈക്കാണ് കൂടുതൽ കിട്ടുന്നത്. എത്ര രൂപ കിട്ടും വൈക്ക്, 7500 രൂപ കിട്ടും. കുറച്ച് കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റൻ ആണ് ഇത്, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. കാൽക്കുലേറ്റീവ് ആണ്, പക്ഷേ സ്പീഡിൽ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് റൗണ്ടിൽ ചെയ്താൽ മതി. അടുത്ത സെയിം ടൈപ്പാണ്, ABC എൻ്റർ ഇന്ത്യ പാർട്ണർഷിപ്പ് വിത്ത് ക്യാപിറ്റൽ. കഴിഞ്ഞ ഈ ക്വസ്റ്റൻ ചെയ്ത് അതേ ടൈപ്പ്. ഇവിടെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എക്സാം എഴുതി തന്നെ ക്വസ്റ്റൻ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം.
ABC entered into partnership with the capital investment 3000, 4000, 6000. A and C are working partners while B sleeping partners are. Working partners കൂടുതൽ എന്തെങ്കിലും പൈസ കിട്ടും. A and C get 20% and 15% of gross profit respectively as monthly salary. If at the year end B receives rupees 400 as profit, find the share of A. ഇവിടെ നമുക്ക് 3000, 4000, 6000 റേഷ്യോ എടുക്കുമ്പോൾ 3, 4, 5 ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. വേറെ ടൈമിൻ്റെ ഒന്നും തന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവരുടെയും ടൈം സെയിം ആണ്. ഇപ്പോൾ ഇത് തന്നെ ആയിരിക്കും പ്രോഫിറ്റിൻ്റെ റേഷ്യോ. എ സി എന്നാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ്. അതായത് 20%, 15%. ടോട്ടൽ പ്രോഫിറ്റ് പി ആണെങ്കിൽ അതിൻ്റെ 35% ഓൾറെഡി എന്ത് ചെയ്തു, ഇവന്മാർ കൊണ്ടുപോയി. ബാക്കിയുള്ളത് ഇതിൻ്റെ 65%. ഈ 65%ത്തിൻ്റെ ബി കിട്ടുന്ന എത്രയാണ് ബാക്കി? 4/75 12 അല്ലെ, 12ൽ 4 കിട്ടുന്നത് ബിക്ക്. ബാക്കി ബി സ്ലീപ്പിംഗ് ആണ്. എക്കും സിക്കും കിട്ടുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻ അടുത്ത ചെയ്യും. അപ്പോൾ പ്രോഫിറ്റിൻ്റെ 65% ബാക്കിയുണ്ട്. അതിൻ്റെ 4/12 ബിക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വാല്യൂ ആണ് 400 തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഷെയർ ഓഫ് എ. അപ്പോൾ ആദ്യം നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. തെറ്റി നമുക്ക് 20, 35, 65. പ്രോഫിറ്റിന് 65ൻ്റെ 4/12 നോക്കാം. 4 വെക്കുമ്പോൾ ഇവിടെ 100 വരും. പക്ഷെ 13 അവിടെ താഴെ വരുന്നുണ്ടല്ലോ. നോക്കാം. 4/12 4/13 9, 7, 5, ശരി 12 ആണല്ലോ. സോറി, ഇവിടെ 6 ആണ്. അതാണ് പ്രശ്നം വന്നത്. അല്ലെങ്കിൽ 13 പോകത്തില്ല. എഴുതിൻ്റെ കുഴപ്പമാണ്. കറക്റ്റാണ്. ഇപ്പം 3, 4, 7, 5, 7, 6, 13. 13ൽ 4 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 5 വരും. ഇവിടെ 100 ഉണ്ട്. ഇവിടെ 20 ഉണ്ട്. പ്രോഫിറ്റ് എത്ര കിട്ടും? 20 × 100 2000 കിട്ടും. ഫൈൻഡ് ദ ഷെയർ ഓഫ് എ. എന്ന് പറഞ്ഞാൽ എക്ക് 2000ൻ്റെ 20%, അതായത് 400 രൂപ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതിനകത്ത് 2000 400 രൂപ അങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ 65%, ഇതിൻ്റെ 65% എന്ന് എത്രയാണ്? അത് ഓൾറെഡി 35% അവരെടുത്തു. ബാക്കി 2000 രൂപയാണ്. എന്നാൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. 2000 രൂപയാണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിൻ്റെ 20% 400 ഓൾറെഡി ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ഡിവൈഡ് ചെയ്യുന്ന എത്ര രൂപയാണ്? ഇതിനകത്ത് 35% പോയി. ഇതിൻ്റെ 65%, ഇതിൻ്റെ 1% 2000 ആണ്. 100ൽ നിന്ന് 35 പോയി. ബാക്കി 65%. 20 × 65 1300 നമ്മുടെ ഈ ബാക്കിയുള്ളത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അതിൽ 3/13 കിട്ടും. അതായത് 100 × 3 300 രൂപ ഇവിടെ നിന്നും കിട്ടും. അങ്ങനെ ടോട്ടൽ 700 രൂപയായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്ക് കിട്ടും. ഇത് വളരെ കുറച്ച് ആൾക്കാർ ചെയ്ത ടൈപ്പാണ്. ഈ ഒരു ടൈപ്പ് പഠിച്ചോളൂ. ഈ പെർസെൻറ്റേജ് കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇപ്പോൾ റേഷ്യോ 3, 4, 6 കിട്ടി. 30% പോയി. ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ 65%ത്തിൻ്റെ 4/13 വാല്യൂ ആണ് 400 തന്നിട്ടുള്ളത്. അതിന് പ്രോഫിറ്റ് നമുക്ക് 2000 കിട്ടി. എക്ക് ഇതിൻ്റെ 20% 400 കിട്ടും. പിന്നെ ഇതിൻ്റെ 65% 1300ൻ്റെ 3/13 കിട്ടും. 300 രൂപയും കിട്ടും. അങ്ങനെ 700 രൂപയായിരിക്കും എക്ക് കിട്ടുന്ന ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് എയും ബിയും സിയും സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാപിറ്റലിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. എ ഇൻക്രീസ് ക്യാപിറ്റൽ ബൈ 50% ആഫ്റ്റർ 4 months. ബി ഇൻക്രീസ് ക്യാപിറ്റൽ ബൈ 33.3% ആഫ്റ്റർ 6 months. സി വിഡ്രോ 50% ഓഫ് ക്യാപിറ്റൽ ആഫ്റ്റർ 8 months ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ബിസിനസ്. ടോട്ടൽ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ എന്നിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ഓഫ് എ ആൻഡ് സി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ടൈപ്പാണ്. അപ്പോൾ എയും ബിയും സിയും നിങ്ങൾ നോക്കുക. പകുതി കൂട്ടാനും 1/3 കൂട്ടാനും ഒക്കെ പറ്റുന്നതാണോ? ഇവിടെ പകുതി കൂട്ടാൻ പറ്റും, 1/3 കൂട്ടാൻ പറ്റും. അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണ്ട. 235 ആണ്. എ എന്ത് ചെയ്യുന്നു? 4 മാസം 2 വെച്ചു. അതായത് 8 യൂണിറ്റ് എക്കുണ്ട്. പിന്നെ എന്ത് ചെയ്തു? 50%. 2ൻ്റെ 50% 2ൻ്റെ പകുതി 1 കൂട്ടി 3 വെച്ച് ബാക്കി 1 വർഷം 3 × 8 24. 3 × 8 മാസം. ബി എന്ത് ചെയ്തു? 6 months കഴിഞ്ഞിട്ട് 6 മാസം വരെ 3 ഇട്ടു, 18 ഇട്ടു. പിന്നെ എന്ത് ചെയ്തു? ഇൻക്രീസ് ക്യാപിറ്റൽ 33 1/3 കൂട്ടി. അതായത് 3 ഉള്ളത് 4 ആയി. 4 വെച്ചിട്ട് ബാക്കി 6 മാസം 24 യൂണിറ്റ് അവിടെ ഉണ്ട്. സി എന്താ ചെയ്തത്? സി വിഡ്രോ 50% ക്യാപിറ്റൽ ആഫ്റ്റർ 8 months. 8 മാസം 5 വെച്ചിട്ട് 40 യൂണിറ്റ് ഉണ്ട്. ബാക്കി 2.5 വെച്ച് ഇതിൻ്റെ പകുതി എന്ത് ചെയ്തു? എടുത്തു. ബാക്കി 5-നകത്ത് നിന്ന് പകുതി എടുത്താൽ ബാക്കി 2.5 × 4 10 യൂണിറ്റ്. ഇവിടെ നമുക്ക് 32 2 വെച്ചങ്ങ് വെട്ടാം. 32ൻ്റെ പകുതി 16. ഇവിടെ 42ൻ്റെ പകുതി 21. ഇവിടെ 50. ഇതാണ് ഇവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 37, 50. 87ൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 868.00. ഷെയർ ഓഫ് എ ആൻഡ് സി എത്രയാണ്? എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 34. അതായത് 17ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 17ൻ്റെ മൾട്ടിപ്പിൾ ഇത് 17ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 17 ആണോ? അല്ല. 17 ആണോ? അല്ല. ഇത് 17 × 8 ആണ്. യെസ്, 17 × 8 80, 86. അങ്ങനെ ചെയ്യാം. ഈ ഒരു സമയം അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ
17 മൾട്ടിപ്പിൾ ചെക്ക് ചെയ്തോളൂ. അല്ലാത്തുള്ളവർക്ക് വെട്ടി വെട്ടി ചെയ്യാം. 87 മൾട്ടിപ്പിൾ ആയിരിക്കും. 87 ഗുണം എത്രയാണ്? 7-നകത്ത് 8 വരണമെങ്കിൽ 7 ഗുണം 4 10 പോത്തില്ലല്ലോ. തെറ്റി നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ തെറ്റി കാണും. ഓപ്ഷൻ ഡി ആണല്ലോ ആൻസർ. 16, 21, 25, 37, 50. സോറി 25 അല്ലായിരുന്നു. ഓക്കെ കാൽക്കുലേഷനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 16, 37, 25 വേണം. സോറി ഇതെല്ലാം 16, ഇത് 50 എഴുത്തിൽ 25 ആണ്. ഓക്കെ അപ്പോൾ കറക്റ്റ്. 37, 25, 57, 62. ഓക്കെ 62 വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 34 സോറി ഡിഫറൻസ് എത്രയാണ്? 4, 5, 9 വാല്യൂ ആണ്. ആൻസർ എന്തായിരിക്കും? 9 മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 9 മൾട്ടിപ്പിൾ വരുന്ന ഇതേ ഉള്ളൂ. ഓക്കെ അത് മാത്രമേ ഉള്ളൂ. 9 മൾട്ടിപ്പിൾ വരുന്നത് അത് മാത്രമേ ഉള്ളൂ. ഇത് ഒന്നും ചെയ്യാനല്ല, ആ ഒരു റേഷ്യോ എടുക്കുക. പ്രോഫിറ്റിൻ്റെ 16, 21, 25 റേഷ്യോ. ടോട്ടൽ 45, 16, 46, 16. 62 വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 868, 00. ഡിഫറൻസ് 9 യൂണിറ്റ് ആണ്. താഴെ 9 ഇല്ല. എൻ്റെ അർത്ഥം എന്താണ്? ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ. നല്ലൊരു ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. അടുത്തത് ഇന്ന് ചെയ്തതിന് വെച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ്, ഒരു നല്ല ടൈപ്പാണ്. ഈ 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും. ABC എൻ്റർ ഉണ്ട്, പാർട്ട്ണർഷിപ്പ് വിത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 3000, 6,000. ഇത് കാണുമ്പോൾ തന്നെ 3, 5, 6 ഇതാണ് ഇവരുടെ റേഷ്യോ. എ ഈസ് വർക്കിംഗ് പാർട്ട്ണറാണ്. ഷീ ഗെറ്റ്സ് 30% ഓഫ് ദ ഗ്രോസ് പ്രോഫിറ്റ് ആസ് മന്ത്ലി സാലറി. 30% എന്ത് ചെയ്യുന്നുണ്ട്? എക്ക് കിട്ടുന്നുണ്ട്. ബാക്കി 70% ഡിവൈഡ് ചെയ്യുന്നു. ദ ബാലൻസ് പ്രോഫിറ്റ് ഇസ് ഡിവൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അറ്റ് ദ ഇയർ എൻഡ് എ റിസീവ്സ് 400 ലെസ് ദാൻ ബി ആൻഡ് സി. ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ഒറ്റ കൺസെപ്റ്റ് ഇവിടെ പഠിക്കാനുള്ളൂ. പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റനാണ്. ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 100%. അപ്പോൾ അതിൽ 30% ഓൾറെഡി എക്ക് പോകുന്നുണ്ട്. അപ്പോൾ എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ 30% പ്ലസ് പിന്നെന്താണ് ഈ റേഷ്യോയിൽ, അതായത് 70 എന്ത് ചെയ്യുന്നു? 70% ബാക്കിയുള്ളത്. അതിന് ഈ റേഷ്യോയിൽ എക്ക് 3 കിട്ടിയാൽ ബിക്ക് 5 കിട്ടും, സിക്ക് 6 കിട്ടും. അതായത് 8 വെറും 14 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 70 14 ഡിവൈഡ് ചെയ്താൽ അതിൽ 3 പാർട്ടാണ് എക്ക് കിട്ടുന്നത്. അത് 5 ഗുണം 3 15% ആണ് പെർസെൻറ്റേജ് വൈസ് എക്ക് കിട്ടുന്നത്. 15% പ്രോഫിറ്റ്. ബിക്കും സിക്കും എത്ര കിട്ടും? എക്ക് ടോട്ടലിൻ്റെ 45% പ്രോഫിറ്റ് കിട്ടിയാൽ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 100%. 55% പ്രോഫിറ്റ് ബിക്കും സിക്കും കിട്ടും. ഈ ഡിഫറൻസ് ആണ് 10% പ്രോഫിറ്റ്. 10% പ്രോഫിറ്റ് ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 400 രൂപ. നമുക്ക് എന്ത് വേണം? 100% പ്രോഫിറ്റ് ആണ് വേണ്ടത്. ഇതെല്ലാം വെട്ടിപ്പോവും. 0 4000 രൂപയാണ് ആൻസർ കിട്ടും. ഇത് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതെന്ത് ചെയ്യാം? പേന എടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റനാണ്. പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റനാണ്. ഇവിടെ പെൻ ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യുന്നത്? 3, 5, 6 ആണ് റേഷ്യോ. 30% പോയി, ബാക്കി 70% ഉണ്ട്. അപ്പം അത് 14 70% എങ്കിൽ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15%. 30, 15, 45% ടോട്ടൽ എക്ക് കിട്ടിയാൽ ബാക്കി ബിക്കും സിക്കും 55 കിട്ടും. ഡിഫറൻസ് 10%. 10%ൻ്റെ വാല്യൂ 400 ആണെങ്കിൽ 100% എത്രയാണ്? 4000. പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നല്ലൊരു കൺസെപ്റ്റാണ്. ഇന്ന് നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ പുതിയ ടൈപ്പുള്ള അല്ലെങ്കിൽ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? നമ്മൾ ചെയ്തു. ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയാം. ബാക്കി ടോപ്പിക്കുകളുടെയും മെൻസുറേഷൻ്റെ ആയാലും പ്രോബിലിറ്റി ആയാലും അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം.